വിശുദ്ധമായ റബീഉൽ അവ്വലിലെ അതിമനോഹരമായ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ തന്നെ പഠിപ്പിച്ച സുന്ദരമായൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ചെറിയൊരു സ്വലാച്ചാണ്, ചിലപ്പോൾ നിങ്ങളിൽ ആരും കേട്ടിട്ടുണ്ടാവില്ല ഈ സ്വലാത്ത്. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് ദിനേനെ 33 തവണ ചൊല്ലിക്കഴിഞ്ഞാലേ നിങ്ങളുടെ ഖബറിലേക്ക് മുത്തുനബി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഖബറിൽ കിടന്നുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ പറ്റും. ഇതിലപ്പുറം ഒരു വിശ്വാസിക്ക് വേറെന്താ വേണ്ടത്? ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കും സഹോദരങ്ങൾ? എത്ര നാൾ ജീവിക്കും അല്ലേ? നമ്മുടെ റൂഹ് ഈ സെക്കൻഡിൽ തന്നെ വിട പറഞ്ഞു പോകാം. ഇല്ല, നമ്മുടെ റൂഹ് ഈ സെക്കൻഡിൽ നമ്മിൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കപ്പെടാം. ഖബറിലേക്ക് ചെല്ലുമ്പോൾ മഹ്ശറിലേക്കുള്ള ജീവിതം തുടങ്ങുന്നത് ഖബറിലാണ്. ആ ഖബറിൽ സമാധാനം കിട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയായില്ലേ? ഈ സ്വലാത്ത് ഡെയിലി 33 തവണ പതിവാക്കിയാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഖബറിൽ വരും. ഇതിലപ്പുറം എന്തൊരു സൗഭാഗ്യം നമുക്ക് വേണ്ടത്? ആ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണം. മാത്രമല്ല, പാരത്രികമായി ഇത്ര വലിയ ഗുണം ഇതിനുണ്ടെങ്കിൽ ദുന്യവിയായി എന്തോരം ഗുണം ഉണ്ടാവും. നമുക്ക് സമ്പത്ത് നമ്മളെ തേടി വരുന്നേ സ്വലാത്ത് കൊണ്ട്. ടെൻഷൻ ഇല്ലാതാകും. ചൊല്ലേണ്ടതുപോലെ ചൊല്ലിക്കോ. ഈ സ്വലാത്ത് ഒരു അത്ഭുതമായ ആയുധമാണ്. അത്ഭുതം എന്ന് പറഞ്ഞൊരു ആയുധമാണ്. ടെൻഷനൊക്കെ അങ്ങ് മാറി നിൽക്കും. ഇനി അതുമാത്രമല്ല, ഈ സ്വലാത്ത് കൃത്യമായി നിങ്ങൾ 33 പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇബാദത്തിനുള്ള മടിയൊക്കെ അല്ലാഹ് മാറ്റിത്തരും. പലർക്കും നിസ്കരിക്കാൻ മടിയാ, എഴുന്നേൽക്കാൻ മടിയാ, തഹജ്ജുദ് നിസ്കരിക്കൂല, നല്ലൊരു കാര്യത്തിന് സമയം പറഞ്ഞ് നമുക്ക് എണീക്കാൻ മടിയാണ്. ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ്. എനിക്ക് മാറണമെന്ന ഉറച്ച ബോധ്യത്തിൽ ഈ സദസ്സ് മുഴുവനായി കണ്ടോ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിരിക്കണം. എന്തിനാ സങ്കടപ്പെടണേ? എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ തരുന്നത് എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബാണ്. ചില സമയത്തൊക്കെ ഒറ്റപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ആരുമില്ല, ഞാൻ തനിച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്താ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത്? ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ നാഥന് എന്നെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ എനിക്ക് പ്രയാസങ്ങൾ തരണത്. ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. പറഞ്ഞത് മനസ്സിലായില്ല? അതായത് എൻ്റെ റബ്ബായ അള്ളാഹു അവൻ എന്നെ തനിച്ച് കിട്ടണം. അടിമയായ ഞാൻ അല്ലാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ റബ്ബ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പടച്ചവൻ എനിക്ക് പ്രയാസങ്ങൾ തരണത്. പ്രയാസം തരുമ്പോൾ അള്ളാഹുവിൽ നിന്നോടല്ലേ, പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കണേ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കി തരും. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ഹംദ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. വെള്ളിയാഴ്ച രാവും പകലും അത്ഭുതങ്ങളുടെ ദിനരാത്രങ്ങളാണ് അല്ലേ? എപ്പോഴും പറയണത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുന്ന നിമിഷമാണ്. സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര മഹത്താണല്ലേ. മൻ സല്ല അലയ്യ സ്വല വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ അല്ലേ? ഒരു സ്വലാത്ത് എനിക്ക് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹ് അവന് ചൊല്ലും എന്ന് പറഞ്ഞാൽ 10 ഗുണം അല്ലാഹ് കൊടുക്കും അവന്. എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 ഗുണം അള്ളാഹു നിങ്ങൾക്ക് തരും. അത്രമേൽ അള്ളാഹു ആദരിച്ചതാണ് അസ്സലാത്തു അലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ സ്വലാത്ത് ചെല്ലണം കേട്ടോ. ഇന്നൊരു അത്ഭുതകരമായ സ്വലാത്ത് നമുക്ക് പഠിക്കാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തട്ടെ. ചില സ്വഹാബത്തുണ്ട്, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. ഒരല്പം പോലും കിടക്കാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. ചില സ്വഹാബത്ത് എന്ത് ചെയ്യും? എല്ലാ ദിവസവും നോമ്പ് പിടിക്കും. ഒരു പെരുന്നാളിനൊക്കെ നോമ്പ് ഒഴിവാക്കുകയുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ നോമ്പാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, രാത്രി മുഴുവൻ നിങ്ങൾ നിന്ന് നിസ്കരിക്കരുത്, എല്ലാ ദിവസവും നോമ്പ് പിടിക്കരുത്. കാരണം അത് ശരീരത്തെ പ്രയാസപ്പെടുത്തലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്. ഇതൊക്കെ പരിഗണിക്കണം. അല്ലാതെ 24 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. ഭാര്യയെ പരിഗണിക്കണം, അതും ഇബാദത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. പക്ഷേ മറ്റൊരു സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാൻ 24 മണിക്കൂറും സ്വലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ സംഭവിക്കുക?
ആഹാ, അത് നിനക്ക് നല്ലതാണ് മോനെ, നിൻ്റെ ടെൻഷൻ അതില്ലാതാക്കും, ദാരിദ്ര്യമില്ലാതാക്കും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നമുക്ക് അൽഹംദുലില്ലാഹ് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിവ്യമായൊരു ഔഷധമാണ്. അത് വേണ്ടവണ്ണം മുത്തുനബിയെ മഹബത്ത് വെച്ച് അങ്ങ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ മാറ്റിത്തരും. ടെൻഷൻ ഇല്ലാതാക്കുമെന്നാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ടെൻഷൻ തരണേ? ദാരിദ്ര്യം, മക്കൾ നന്നാകുന്നില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, കടം കൊണ്ട് വലഞ്ഞു, സ്ഥലം വിറ്റ് പോകണില്ല, കൊടുത്ത പണം തിരിച്ചു കിട്ടാനുണ്ട്, വീട് ജപ്തിയിലാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻ. എന്ത് പ്രശ്നമായിക്കോട്ടെ സ്വലാത്ത് കൊണ്ട് ടെൻഷൻ മാറിപ്പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, സ്വലാത്തിൻ്റെ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ വസ്നാൻ എന്ന് പറയുന്നൊരു ശൈത്വാനെ കുറിച്ച്? ആരാണ് വസ്നാൻ? ഓരോ പ്രയാസത്തിനും ഓരോ തരം ശൈത്താന്മാരുണ്ട്. ഈ ശൈത്താൻ്റെ പേര് വസ്നാൻ. ഇവൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഇവൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് ഇബാദത്ത് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ഉറക്കി കളയും. പറഞ്ഞു മനസ്സിലായ? ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇബാദത്ത് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കി കളയും. എന്നാലും വല്ല തെറ്റായ കാര്യങ്ങളിൽ ഇരിക്കുകയാണെങ്കിലോ നമ്മളെ അങ്ങോട്ട് ഉണർത്തി പിടിക്കും, ഉറങ്ങാൻ സമ്മതിക്കൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, രാത്രി ഒരു 12 മണി, നമ്മൾ ഉറങ്ങാനൊക്കെ പോണ സമയമല്ലേ, ഇല്ല നമ്മൾ നന്നായി കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ആ സമയത്ത് ഒരാഗ്രഹം, ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ ഒരു തോന്നൽ, ഒന്നൊരു ഖുർആൻ ഓതണം, ഒരു 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 ജുസ് എങ്കിലും തീർക്കണം. 12 മണിക്ക് ഖുർആൻ എടുത്തു, ഒരു പേജ് ഓതിക്കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തെ ഒന്നും കഷ്ടപ്പെടുത്തി നമ്മൾ ഖുർആൻ ഓതണ്ടല്ലോ, ശരീരത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ല, വേഗം ഖുർആൻ എടുത്ത് വെക്കും. ഇതാരാണ് തോന്നൽ തന്നത്? അവനാണ് വസ്നാൻ. ഇനി നിങ്ങൾ വേണ്ട, 12 മണിക്ക് നിങ്ങൾ മൊബൈൽ എടുത്തോ, രാത്രി 12 മണിക്ക് മൊബൈൽ എടുക്കുക, യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നോ. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ 12 മണിക്ക് അവൻ തുടങ്ങിയത്, ഫോൺ എടുത്തിങ്ങനെ സമയം നോക്കുമ്പോൾ 2 മണി. പടച്ചോന് 2 മണി അറിഞ്ഞില്ലല്ലോ. അപ്പം ശരീരത്തെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല അല്ലേ? ആരാണത് അറിയിക്കാതിരുന്നത്? അവനാണ് വസ്നാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇബാദത്തുകളിൽ നിന്ന് നമ്മെ തടയുന്ന, തെറ്റായ കാര്യങ്ങളിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണവനാണ് വസ്നാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ നമ്മൾ കിടന്നു, നേരത്തെ എഴുന്നേൽക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നെയ്യത്തിൽ കിടന്നു, എഴുന്നേക്കാൻ സമ്മതിക്കൂല. അതായത് നമ്മൾ കിടക്കാൻ നേരത്ത് ഉറപ്പിച്ചു സുബഹിക്ക് ഞാൻ എന്തായാലും എണീക്കും, സുബഹിക്ക് എണീക്കാണ്ട് ഒരു പരിപാടിയില്ല. എന്നിട്ടോ എണീറ്റ് നോക്കുമ്പോൾ 7 മണി. അല്ലോ കലായി പോയല്ലോ പഠിച്ചോനെ. അലാറം കേട്ടിട്ടുണ്ടാവും, എന്നാലും ഓഫ് ചെയ്ത് വെച്ച് കിടന്നിട്ടുണ്ടാവും. കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പാണ്, കുറച്ച് ഇവൻ്റെ പണിയുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയൂല, നമ്മുടെ ഒരു തോന്നലുണ്ട്, അലാറം വെച്ചാലും ഞാൻ അറിയൂല്ലോ ഉസ്താദ്. ചിലർ പറയും അലാറം വെച്ചാലും അറിയൂല്ലോ ഉസ്താദേ. എങ്ങനെ അറിയാണ്ടിരിക്കണേ? ശൈത്താൻ അറിയിക്കൂല, അതൊരു വിഷയം. ഇനിയോ നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയണ്ട, നമുക്കേ നാളെ 3:30 നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എങ്ങോട്ട് വിടാം, നമുക്ക് മൂന്നാറേക്ക് വിടാം, വെളുപ്പിന് 3:30 എണീറ്റ് പോകണോട്ടാ, അല്ലെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ പോവാം, ഫ്രണ്ട്സ് ടീം സെറ്റ് ചെയ്യാണ്. ഇവൻ 3:30 നിൽക്കുമോ? 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നിൽപ്പുണ്ടാവും, ഇല്ലേ? നിൽപ്പുണ്ടാവുവൻ. 3 മണിക്ക് എണീറ്റ് കുളിച്ച് നിൽപ്പുണ്ടാവുവൻ. 3:30 കൂട്ടുകാർ വിളിക്കണതിന് മുമ്പ് ഇവൻ അങ്ങോട്ട് വിളിക്കും. ചിലപ്പോൾ എണീറ്റില്ലടാ, പോണ്ടേ. മനസ്സിലായോ? എന്നാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ 3 മണിക്ക് അലാറം വെച്ച് നോക്കിയേ, എണീക്കൂല, നല്ല കൂർക്കം വലിച്ച് ഉറക്കായിരിക്കും. ഈ പണി തന്നോനാണ് ആര്? വസ്നാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ്റെ ഷെറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയാണ്, ഡെയിലി 33 സ്വലാത്ത് മക്കളെ ചൊല്ലിക്കോ. 33 സ്വലാത്തിലേക്ക്, അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ സ്വലാത്താണെങ്കിൽ മുത്തുനബി സ്വർഗത്തിൽ നമ്മുടെ ഖബറിൻ്റെ അകത്തു നിന്ന് നിൽക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, സ്വർഗത്തിലേക്കുള്ള വസീലയായി മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ 33 സ്വലാത്ത് ദിനേന ഇഖ്ലാസ് വേണം കേട്ടോ. മുത്തുനബിയോട് അതിരറ്റ മഹബത്ത് വെച്ചുകൊണ്ട് 33 സ്വലാത്ത് കൃത്യമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് മടിയില്ലാതാകും. ഇബാദത്തുകളിലുള്ള മടി, അലസത, വസ്നാൻ എന്ന ശൈത്വാൻ്റെ ഷർറ് ഇല്ലാതെയാക്കുമെന്ന് മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. ഇനി വേറൊന്നും വേണ്ടെന്നേ, നമ്മുടെ ഈ സ്വബാഹുൽ ഖൈറിലൂടെ കുറേ സ്വലാത്തുകൾ നമ്മൾ പഠിച്ചു. ഇങ്ങനെ സ്വബാഹുൽ ഖൈറിൽ പെട്ട ഒരാൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാത്തിമ എന്ന് പറയുന്നൊരു ഉമ്മ. ഫാത്തിമ ഉമ്മ എന്ത് ചെയ്തു? എല്ലാ ദിവസവും ഒരു 33 സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാണ്. മലക്കുകൾ ഇങ്ങനെ മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കും. വെള്ളിയാഴ്ച രാവും പകലൊക്കെ മുത്തുനബി ഇങ്ങനെ സ്വലാത്ത് നേരിട്ട് സ്വീകരിക്കും. 1 വർഷം 2 വർഷമായി. പെട്ടെന്നൊരു ദിവസം സ്വലാത്ത് കാണുന്നില്ല, അങ്ങോട്ട് മലക്കുകൾ എത്തിക്കണില്ല. അതായത് പതിവായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് സ്റ്റോപ്പാകുമ്പോൾ നമ്മൾ അന്വേഷിക്കൂലേ? അപ്പോൾ മുത്തുനബി ചോദിക്കും, മലക്കുകളെ കിട്ടിക്കൊണ്ടിരുന്ന സ്വലാത്ത് വരുന്നില്ലല്ലോ, എന്തു പറ്റി? നബിയെ, ഫാത്തിമ ഉമ്മ മരിച്ചിട്ടുണ്ട്.
അവിടെ അവർക്ക് വേണ്ടി മുത്തുനബി ശുപാർശ ചെയ്യും. എങ്ങനെ? പതിവായി സ്വലാത്ത് ചെല്ലുന്നൊരു മനുഷ്യൻ്റെ സ്വലാത്ത് കിട്ടാതാകുന്ന, അവൻ മരണപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ സ്വലാത്ത് പതിവാക്കുന്നവരെ മുത്തുനബിയുടെ ശുപാർശ ഉറപ്പാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ കാത്തു നിൽക്കുന്നേ ഖബറിൽ. നമ്മളെ കാത്തു നിൽക്കും. നമ്മുടെ ഇന്ത്യക്കാരനായ മഹാനായ ഫാദുലെ ബറേൽവി അഹമ്മദ് റസാഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനല്ലേ ഇമാം അഹമ്മദ് റിളാഖാൻ ബറേൽവി തങ്ങൾ. എത്ര വലിയ മഹാനാണ്, എത്ര വലിയ ഇമാമാണ്. മഹാനവറുകൾ വഫാത്തായപ്പോൾ കാത്തു നിൽപ്പുണ്ട് മുത്തുനബി തങ്ങൾ. അതൊരു തൗഫീഖല്ലേ. മഹാനായ റിബഈ ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു അധികാരോട് ചിരിക്കാത്തൊരു മനുഷ്യനാണ്. കാരണം പരലോകത്തെ പേടിച്ചിട്ട് ചിരിക്കൂലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, മഹാനവറുകൾ വഫാത്തായപ്പോൾ മുഖത്ത് ഭയങ്കര ചിരി. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. കണ്ടിട്ട് കൊതി തീരുന്നില്ല. മുഖത്തിങ്ങനെ പ്രകാശം ഇങ്ങനെ സ്ഫുരിക്കാണ്. അപ്പോഴാണ് തൊട്ടടുത്തുനിന്ന് ഒരു അശരീരി ഇങ്ങനെ കേൾക്കണത് മഹാനവറുകളുടെ അടുത്ത് നിന്ന്. ഖദ്ദിമൂനി ഇലാ ഖബരി, എന്നെ വേഗം എൻ്റെ ഖബറിലേക്ക് കൊണ്ടോ, എന്നെ പെട്ടെന്ന് എൻ്റെ ഖബറിലേക്ക് കൊണ്ടോ. വറസൂലുള്ളാഹി യൻതളുറുനി ഫീ ഖബരി, എൻ്റെ ഖബറിൽ എൻ്റെ മുത്തുനബി തങ്ങൾ കാത്തു നിൽപ്പുണ്ട്. മുത്തുനബി തങ്ങൾ എന്നെ കാത്തു നിൽപ്പുണ്ട്, വേഗം എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് റിബഈ ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരത്ത് നിന്ന് അശരീരി കേൾക്കുകയാണ്. യാ അല്ലാഹ്, ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാത്തു നിൽക്കും, നമുക്ക് വേണ്ടി നോക്കി നിൽക്കും, നമുക്ക് ശുപാർശ ചെയ്യും. 33 സ്വലാത്ത് മുത്തിനെ സ്നേഹിച്ചുകൊണ്ടങ്ങ് ചൊല്ലിക്കോ. ഈ റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച രാവും പകലും മനസ്സിലാക്കിയിട്ടങ്ങ് ചൊല്ലിക്കോ. ഞാനൊരു സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ സ്വലാത്ത് ഒരു അത്ഭുത സ്വലാത്ത് തന്നെയാണ്. മഹാനായ ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് ഈ സ്വലാത്തിൻ്റെ വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണത്. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ കൃത്യമായി 33 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുത്തെ സആദത്തുദ്ദാറൈൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, റസൂലുള്ളാഹിയെ അവന് ഖബറിൽ കാണാൻ പറ്റും. എങ്ങനെ? ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാലഹാ കുല്ല യൗമിൻ 33 മറ. ഒരു ദിവസം ഒരാൾ 33 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ദിവസം എത്ര? 33 തവണ ദിവസം ഈ സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഫതഹല്ലാഹു ലഹു മാ ബൈന ഖബ്രിഹി വ ഖബ്റ നബിയിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ഫതഹല്ലാഹു ലഹു മാ ബൈന ഖബ്രിഹി വ ഖബ്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതമാണ്. അവൻ്റെ ഖബറിൻ്റെയും മുത്തുനബിയുടെ ഖബറിൻ്റെയും ഇടയിലുള്ള മറ അള്ളാഹു നീക്കിക്കൊടുക്കും. അവന് ഖബറിൽ കിടന്ന് മുത്തുനബിയെ കാണാൻ പറ്റും. അവൻ്റെ ഖബറിൽ മുത്തുനബി വരും. അവന് ആ മുത്തുനബിയാകുന്ന സ്വർഗീയ അനുഭൂതി ഖബറിൽ കിടന്ന് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയുള്ള അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത്. ഈ സ്വലാത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം സഹോദരങ്ങളെ. 33 തവണ കൊച്ചു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിക്കൂടെ? മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. കാരണം ഒരാൾ 33 തവണ ചൊല്ലാൻ നിന്നാൽ അവർ ആര് മുഖേനയാണ് ചൊല്ലിയത്? നമ്മൾ മുഖേനയാണ്. അതിൻ്റെ കൂലി മുത്തുനബി അതറിയും. അതിൻ്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ആ സ്വലാത്തൊന്ന് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. മനോഹരമായൊരു സ്വലാത്ത്. നമുക്കൊരു 33 തവണ ഇപ്പോൾ ഒന്ന് ചൊല്ലിയിട്ട് വരുന്നാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വേണോ? ഒരു 33 തവണ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലിയാലോ? റെഡിയാണോ? വേഗം ചൊല്ലാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل على سيدنا
محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ 33 സ്വലാത്ത് നമ്മൾ ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദിവസവും പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. സങ്കടങ്ങളെ അള്ളാഹു നീക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കട്ടെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, 7:15 തന്നെ നമ്മുടെ മജ്ലിസ് സംഘടിപ്പിക്കണം. വെള്ളിയാഴ്ച രാവാണ്, റബീഉൽ അവ്വലാണ്. നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഒന്നാമത്തെ സൂറന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തൂതുന്നത് ആരാണെന്ന് നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. എങ്കിൽ രണ്ടാമത്തെ ഊതുന്ന മലക്കിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. يا ربنا നീ ഞങ്ങളുടെ സദസ്സ് സ്വീകരിക്കണേ തമ്പുരാനെ. എത്രയെത്ര മുറാദുകളാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാഹ്. പാപികളാണ് റബ്ബേ, നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. ഒരുപാട് കുട്ടികൾ എക്സാമുകൾ എഴുതുന്നുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബന ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് തടസ്സങ്ങൾ, പാസ്പോർട്ട്, വിസ തുടങ്ങി ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാത്തിലും നീ എളുപ്പം നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവർ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. യാ റബ്ബന വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഈ സദസ്സ് കൊണ്ട് ഒരുപാട് നന്മകളെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇത് ഷെയർ ചെയ്യുന്നവർ, ഇതിന്റെ വാഹകർ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഒരിക്കലും കൈവടിയല്ല തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സുബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.